സോഷ്യൽ മീഡിയയിൽ പ്രൊജക്ട് ചെയ്യണത് വേറെ ഈ സോഷ്യൽ മീഡിയയിൽ വൈദവ്യൊക്കെ വേറെ ഇല്ല ചിത്രീകരിക്കുന്നത്. ഹി ഹാസ് ഗോൺ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ഷി ഹാസ് ഗോൺ അങ്ങനെ രണ്ടുപേരും അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മരണത്തെയൊക്കെ വേറെ ഇതിലാണ് കാണുന്നത്. മരണത്തിനൊരു വല്ലാത്ത സൗന്ദര്യം അവർ കൽപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ദർ ഇസ് നോ ലോങ് ലൈഫ് ഫോർ എനിത്തിങ് കൺസേണിങ് ഡെത്ത്. ഇന്നൊരാൾ മരിക്കണം, അതിന് കുറേ കമന്റ് അടിക്കണം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡെത്ത് ഓർ നെക്സ്റ്റ് ഇൻസിഡന്റ്, അതൊരു ഇൻസിഡന്റ് ആയിട്ടേ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് സോഷ്യൽ മീഡിയ. അറ്റ് ദ സെയിം ടൈം വേറൊരു സെക്ഷൻ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യണ സ്ത്രീകൾ, അതായത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യണത്, ഇമോഷണലി സ്ട്രഗിൾ ചെയ്യണത്, ഫാമിലിയൽ സെറ്റപ്പിൽ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ള ഒരു സെക്ഷൻ സ്ത്രീകൾ ഹൂ ആർ സിംഗിൾ ഫോർ വേരിയസ് റീസൺസ് ആൻഡ് ദേ കനോട്ട് മൂവ് അഹെഡ് വിത്ത് ലൈഫ്, അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതേ സമയത്ത് ആരെന്ത് ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമല്ല, കാരണം എൻ്റെ പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടത് ആരുമില്ല എന്ന് പറയണ, എന്ന് ചിന്തിച്ച് എന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം വേറൊരു സെക്ഷൻ സ്ത്രീകൾ. അതുപോലെ ലൈഫ് മേ ഗിവ് മീ എ സെക്കൻഡ് ചാൻസ്, എനിക്ക് അടുത്തൊരു വിവാഹം കഴിക്കണം, എൻ്റെ ഉദ്ദേശങ്ങൾ ഇന്നതാണ്, ഐ നീഡ് ആൻ ഇമോഷണൽ കമ്പാനിയൻ എന്ന് ചിന്തിക്കണ ഒരു വേറെ സെക്ഷൻ സ്ത്രീകളുണ്ട്. അവരവരുടെ ജീവിതത്തിൽ ഈ വിധവാ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കണ്ടേ നമുക്ക്? ഇന്നത്തെ കാലത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു വിധവയ്ക്ക് വിവാഹം തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് ഇഫ് ദേ വോണ്ട് ടു ബി ടുഗെദർ ആൻഡ് ദേ വോണ്ട് ടു എൻജോയ് ലൈഫ്, ട്രിപ്പിന് പോകണം, എല്ലാ കാര്യങ്ങളും, വൈ നോട്ട്? അതിനൊരു വിവാഹം തന്നെ വേണമെന്നൊന്നുമില്ല, ലിവിങ് ടുഗെദർ ആവാം, ഓൾ ദാറ്റ് ഇസ് പോസിബിൾ. പക്ഷെ വേറൊരു സെക്ഷൻ സ്ത്രീകളുണ്ട്. ഇപ്പൊ കൗൺസിലിംഗിൽ ഇരുന്നപ്പോൾ 1-2 കേസസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. വിഡോ ആണ്, വിഡോവറിനെ അന്വേഷിക്കണു, കല്യാണം കഴിക്കണു, ബട്ട് ഷീ റിപ്ഡ് ഓൾ ദ പ്രോപ്പർട്ടി ഫ്രം ദ ഹസ്ബൻഡ്. അപ്പൊ അങ്ങനത്തെ ഒരു അല്ലേ? ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.